ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു CCB ടൂൺസ്. ഇന്ന് നമ്മളോട് പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള എന്ന ടോപ്പിക്കിലെ നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിനെ കുറിച്ചാണ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിനെ കുറിച്ചുള്ള ക്ലാസ് നേരത്തെ തന്നിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള ക്ലാസ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം ഈ ഭാഗം കാണുക. അപ്പോൾ നമുക്ക് നോക്കാം. നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസും മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 1 ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്, 2 അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, 3 സാലറി ഏണേഴ്സ് സൊസൈറ്റി. ഓക്കെ, നമുക്ക് ഓരോന്നിനെക്കുറിച്ച് പഠിക്കാം. ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. നമുക്കറിയാം ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് എന്തിനു വേണ്ടിയുള്ളതാണ്? ഹൗസിംഗ് മേഖലകളിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ നാഷണൽ ലെവലായിട്ടുള്ള ഒരു നാഷണൽ ഫെഡറേഷനാണ് NCHF എന്ന് പറയുന്നത്. നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. NCHF, നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഓക്കെ, ഈ NCHF എന്ന് പറയുന്നത് നാഷണൽ ലെവലാണ്. ഓക്കെ, നാഷണൽ ലെവൽ ബോഡിയാണ്, നാഷണൽ ലെവൽ അപ്പെക്സ് ബോഡി എന്നൊക്കെ പറയാൻ സാധിക്കും. ഓക്കെ, ദെൻ നമുക്കിനി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ഹൗസിംഗ് മേഖലയുടെ അപ്പെക്സ് ബോഡിയാണ് ഹൗസ്ഫെഡ് എന്ന കാര്യം ഓർത്തിരിക്കുക. കേരളത്തിലെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് 2 ടയർ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. 2 ടയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ലെവലിൽ ഹൗസ്ഫെഡും പ്രൈമറി ലെവൽ അല്ലെങ്കിൽ റൂട്ട് ലെവലിൽ പ്രൈമറി കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റികളുമാണ്. പ്രൈമറി കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റികളുമാണ്. അപ്പോൾ 2 ടയർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് 2 ടയർ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. സ്റ്റേറ്റ് ലെവലിൽ ഹൗസ്ഫെഡും റൂട്ട് ലെവലിൽ പ്രൈമറി കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റികളും എന്ന കാര്യം ഓർത്തിരിക്കുക. ദെൻ ഇതിനെക്കുറിച്ചുള്ള നമ്മൾ സെപ്പറേറ്റ് ഓരോന്നോരോന്ന് എടുത്ത് പഠിക്കും. ജസ്റ്റ് നമുക്ക് ഈ ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് പോകുന്നതെന്ന് മാത്രം. അടുത്തതായിട്ടുള്ള അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. ദെൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ നാഷണൽ ഫെഡറേഷനാണ് NAFUCB എന്ന കാര്യം ഓർത്തിരിക്കുക. നാഷണൽ ഫെഡറേഷൻ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ സ്ട്രക്ചർ 1 ടയർ ആണ്. അത് ഓർത്തിരിക്കണം. കേരളത്തിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ സ്ട്രക്ചർ 1 ടയർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, 1 ടയർ സിസ്റ്റമാണ്. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ. അതിന് പ്രൈമറി ലെവൽ, ലോവർ ലെവൽ, മിഡിൽ ലെവൽ എന്ന് പറയുന്നതില്ല. 1 ടയറേ ഉള്ളൂ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, അത്രേ ഉള്ളൂ. ദെൻ സാലറി ഏണേഴ്സ് സൊസൈറ്റി. ഈ സാലറി ഏണേഴ്സ് സൊസൈറ്റിക്ക് വേറൊരു പേരുണ്ട്, എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റി എന്നും പേരുണ്ട്. ഈ സൊസൈറ്റികളുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. സാലറി ഇൻകം ഗ്രൂപ്പ്സിൻ്റെ ക്രെഡിറ്റ് നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുക, അവരുടെയൊക്കെ നീഡ്സ് മീറ്റ് ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഈ സാലറി ഏണേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കുള്ളത്. അതിൽ മെയിനായിട്ടുള്ളത് പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷനിലെയും പബ്ലിക് സെക്ടർ ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയീസ് കൂടി ഫോം ചെയ്ത ഒരു സൊസൈറ്റിയാണ് സാലറി ഏണേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പഠിക്കാം അല്ലേ. ആദ്യത്തിന് നമുക്ക് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് പഠിക്കാം അല്ലേ. നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയായ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച് നമുക്ക് ആദ്യം പഠിക്കാം. ഓക്കെ, ദെൻ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വേറൊരു പേരും കൂടി അറിയപ്പെടുന്നുണ്ട്. അതെന്താണ്? ഹൗസ് മോർട്ട്ഗേജ് സൊസൈറ്റീസ് എന്നറിയപ്പെടുന്നതും ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണെന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ്? ഹൗസ് മോർട്ട്ഗേജ് സൊസൈറ്റീസ് എന്നറിയപ്പെടുന്നത്. ദെൻ അതുപോലെ തന്നെ ഈ ഹൗസിംഗ് സൊസൈറ്റികൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണെന്ന കാര്യം ഓർത്തിരിക്കുക കേട്ടോ. ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഹൗസിംഗ് സൊസൈറ്റി ഫോം ചെയ്യുന്നത് ബോംബെയിലാണ്. സരസ്വത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയാണത്, ഓർത്തിരിക്കുക. സരസ്വത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫോം ചെയ്ത അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട ഹൗസിംഗ് സൊസൈറ്റി എന്ന കാര്യം ഓർത്തിരിക്കുക. ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇംഗ്ലണ്ടാണ് അല്ലെങ്കിൽ ബ്രിട്ടൻ ആണെന്ന കാര്യം ഓർത്തിരിക്കാതെ NCHF നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ ഇന്ത്യയിലെ നാഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നാഷണൽ ഫെഡറേഷനാണ് NCHF. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ അപ്പെക്സ് ബോഡി അല്ലെങ്കിൽ കേരളത്തിലെ സ്റ്റേറ്റ് ഹെഡ് എന്നറിയപ്പെടുന്നത് ഹൗസ്ഫെഡ് ആണെന്ന് ഓർത്തിരിക്കുക. ദെൻ നമുക്ക് നോക്കാം. NCHF, നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. 1969 NCHF എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ന്യൂഡൽഹിയാണ് NCHFൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, 1969 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. NCHFൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണെന്നും കൂടെ ഓർത്തിരിക്കുക. ഹൗസ്ഫെഡ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷനാണ് ഹൗസ്ഫെഡ്. കേരളത്തിലെ ഹൗസിംഗ് സൊസൈറ്റികളുടെയൊക്കെ സ്റ്റേറ്റ് ഹെഡ് അല്ലെങ്കിൽ അപ്പെക്സ് ബോഡിയാണ് ഹൗസ്ഫെഡ്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. 1970 ഏപ്രിൽ 23 ഹൗസ്ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. 1970 ഏപ്രിൽ 23 ഹൗസ്ഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഹൗസ്ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളം ജില്ലയാണ്, ഓർത്തിരിക്കുക. ഹൗസ്ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2 ടയർ സിസ്റ്റമാണ്
കേരളത്തിൽ ഫോളോ ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചായിരുന്നു ഹൗസ് ഫെഡും പിന്നെ പ്രൈമറി കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസും. ഓക്കെ, ദെൻ കണ്ണൂരാണ് ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യത്തെ ഹൗസിംഗ് സൊസൈറ്റി ഫോം ചെയ്തത് കണ്ണൂർ ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക. ഞാൻ ഒന്നും കൂടെ സൂചിപ്പിക്കാം. ലോകത്താദ്യമായിട്ട് ഹൗസിംഗ് സൊസൈറ്റീസ് ഫോം ചെയ്യുന്നത് ഇംഗ്ലണ്ടിലാണ്. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടനാണ്. അടുത്തതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ബോംബെയിലാണ് സരസ്വത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി. അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ കണ്ണൂരാണ് ആദ്യത്തെ ഹൗസിംഗ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തത് എന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് ഈ NCHFനെ കുറിച്ചും ഹൗസ് ഫെഡിനെ കുറിച്ചും അധികം ഒന്നും പഠിക്കാനില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും ഇതുവരെ ചോദിച്ചതുമായ കാര്യങ്ങളാണ് എല്ലാ ക്ലാസ്സുകളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും NCHFനെ കുറിച്ചോ ഹൗസ് ഫെഡൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഈ ഹൗസിംഗ് കോർപ്പറേഷനോ അല്ലെങ്കിൽ ഹൗസിംഗ് കോപ്പറേറ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട 2 ഓർഗനൈസേഷനും കൂടെ നമുക്ക് പഠിക്കാറുണ്ട്. ഒന്ന് ഹഡ്കോയും പിന്നെ നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHBയും. അപ്പോൾ നമുക്ക് ഹഡ്കോയിലേക്ക് കിടക്കാം. ഹഡ്കോയുടെ ഫുൾ ഫോം എന്താണ്? ഹൗസിംഗ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്നാണ്. എന്താണ്? ഹൗസിംഗ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. ഹഡ്കോയുടെ എക്സ്പാൻഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക. അതൊരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് ആണ്. ഹഡ്കോ ഒരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് ആണ്. 1956 കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസിന് കീഴിലാണ് ഹഡ്കോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1970 ഏപ്രിൽ 25 ഹഡ്കോ ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹഡ്കോ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് 1970 ഏപ്രിൽ 25 കാര്യം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഹഡ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ഹഡ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണെന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതിൻ്റെ എക്സ്പാൻഷൻ ഓർത്തിരിക്കണം. ഹൗസിംഗ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് 1970 ഏപ്രിൽ 25 കൂടെ ഓർത്തിരിക്കുക. NHB നാഷണൽ ഹൗസിംഗ് ബാങ്ക്. നാഷണൽ ഹൗസിംഗ് ബാങ്കിനെ കുറിച്ച് നേരത്തെ ക്ലാസ് തന്നിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഹൗസിംഗ് സെക്ടറിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ നാഷണൽ ഹൗസിംഗ് ബാങ്ക് പറയാതെ പോകുന്നത് മോശമാണ്. അത് പറയണം. നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. കാരണം എന്താ, നമ്മൾ ഒന്നും കൂടെ കേൾക്കുമ്പോൾ ഒന്നും കൂടെ കാണുമ്പോൾ നമ്മൾ ഒന്നും കൂടെ അത് ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ നമ്മുടെ ബ്രെയിനിൽ ഓർത്തിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. നാഷണൽ ഹൗസിംഗ് ബാങ്ക് രംഗരാജൻ കമ്മിറ്റിയാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് റെക്കമെൻഡ് ചെയ്ത് ഓർത്തിരിക്കുക. രംഗരാജൻ കമ്മിറ്റിയാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് റെക്കമെൻഡ് ചെയ്തെന്ന കാര്യം ഓർത്തിരിക്കുക. 1988 ജൂലൈ 9 നാഷണൽ ഹൗസിംഗ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ വോളി കൺട്രോൾ ചെയ്യുന്നത് എല്ലാ അധികാരങ്ങളും ഗവൺമെൻറ്റിനാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ പാസ്സാകുന്നത് 1987 1987 NHB ആക്ടിലെ സെക്ഷൻ 6 പ്രകാരമാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അതിനകത്തിപ്പോൾ പുതിയതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഞാൻ നേരത്തെ തന്ന ക്ലാസ്സിൽ നിന്ന് പുതിയതായിട്ട് ആഡ് ചെയ്തത് 2 പോയിൻറ്റുകളാണ്. ഒന്ന്, ഈ നാഷണൽ ഹൗസിംഗ് ബാങ്ക് റെക്കമെൻഡ് ചെയ്തത് രംഗരാജൻ കമ്മിറ്റിയാണെന്ന കാര്യവും പിന്നെ 1988 ജൂലൈ എന്ന് മാത്രമേ അന്ന് തന്നിരുന്നുള്ളൂ, ഡേറ്റ് തന്നിരുന്നില്ല. 1988 ജൂലൈ 9 എന്നത് പുതിയ ഫാക്റ്റാണ്. അപ്പോൾ ആ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. രംഗരാജൻ കമ്മിറ്റിയും 1988 ജൂലൈ 9 എന്ന ആ 2 പുതിയ അറിവും കൂടെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് കയറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൗസിംഗ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അതിൽ നാഷണൽ ഫെഡറേഷനായ NCHFും സ്റ്റേറ്റ് ഹെഡായ ഹൗസ് ഫെഡ്, പ്രൈമറി കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഹഡ്കോ, അതുമായി ബന്ധപ്പെട്ട നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHB, അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ 2ാമത്തെ ഡിവിഷനായ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് പഠിക്കാം. പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ളത്. അതുപോലെ തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഏതൊക്കെ രീതിയിൽ അറിയപ്പെടുന്നു നമുക്ക് ആദ്യം നോക്കാം. ഒരു പ്രൈമറി ലെവൽ സൊസൈറ്റിയാണ്, കോമൺ മാൻസ് ബാങ്ക് എന്നറിയപ്പെടുന്നു, ബ്രൈറ്റസ്റ്റ് സ്പോട്ട് ഇൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നറിയപ്പെടുന്നു, റൊമാൻസ് ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്നു, ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്നും അറിയപ്പെടുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ മാൻസ് ബാങ്ക് എന്നറിയപ്പെടുന്ന അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ്. ബ്രൈറ്റസ്റ്റ് സ്പോട്ട് ഇൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നറിയപ്പെടുന്ന അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ്. റൊമാൻസ് ഓഫ് കോപ്പറേഷൻ എന്നറിയപ്പെടുന്നു അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ്. ഈ 3 എണ്ണമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കോമൺ മാൻസ് ബാങ്ക്, ബ്രൈറ്റസ്റ്റ് സ്പോട്ട് ഇൻ കോപ്പറേറ്റീവ് ബാങ്ക്, റൊമാൻസ് ഓഫ് കോപ്പറേഷൻ. ഈ 3 പോയിൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടുകൂടെ നമ്മൾ ഓർത്തിരിക്കണം. പ്രൈമറി ലെവൽ സൊസൈറ്റിയാണ്, ഇൻഷ്വേർഡ് കോപ്പറേറ്റീവ് ബാങ്കുമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിൽ 1 ടയർ സിസ്റ്റമാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഫോളോ ചെയ്യുന്നത്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ജന്മസ്ഥലം
ജർമ്മനിയാണ് കേട്ടോ. ആദ്യമായിട്ട് ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്യുന്നത് ജർമ്മനിയിലാണ് 1852. ഷൂൾസാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ജർമ്മനിയിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് എന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുക. ജർമ്മനിയിലാണ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഷൂളാണ് സ്ഥാപിച്ചത് 1852 നിങ്ങൾ ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ് ട്രിപ്ലിക്കൻസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിപ്ലിക്കൻസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഫോം ചെയ്യാനുള്ള കാരണം മാക് ലാഗൻ കമ്മിറ്റിയാണ്. 1914 അപ്പോയിൻ്റ് ചെയ്ത മാക് ലാഗൻ കമ്മിറ്റിയാണ് ഇന്ത്യയിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. ഓക്കെ, ദെൻ RBIക്കാണ് ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻസ്പെക്റ്റ് ചെയ്യാൻ, സൂപ്പർവൈസ് ചെയ്യാനൊക്കെയുള്ള അധികാരം RBIക്കാണെന്ന് കാര്യം ഓർത്തിരിക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് അർബൻ ബാങ്ക് സൂപ്പർവൈസ് ചെയ്യാനും ഇൻസ്പെക്റ്റ് ചെയ്യാനുള്ള പരമാധികാരം എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ അർബൻ ബാങ്ക്സ് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ്. ഓർത്തിരിക്കണേ, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ കോപ്പറേറ്റീവ് സെക്ടറിലെ അർബൻ ബാങ്ക്സും എന്ന കാര്യം ഓർത്തിരിക്കുക. ദെൻ അതുപോലെ തന്നെ ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് പോലെ തന്നെയാണ്. എന്താണ്? ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് പോലെ തന്നെയാണ് ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കും എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലെ മാനേജിങ് കമ്മിറ്റിയിൽ 2 പേരിൽ കുറയാത്ത പ്രൊഫഷണലി ക്വാളിഫൈഡ് പേഴ്സൺസ് ആണ് വേണ്ടത്. ഓക്കെ, 2ൽ കുറയാത്ത, എന്തായാലും 2 പേര് വേണം. 2ൽ കുറയാതെയുള്ള പ്രൊഫഷണലി ക്വാളിഫൈഡ് പേഴ്സൺസ് ഉണ്ടെങ്കിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലെ മാനേജിങ് കമ്മിറ്റിക്ക് അതിൻ്റെ ഫങ്ഷൻസൊക്കെ പെർഫോം ചെയ്യാൻ സാധിക്കും. ആ കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലെ മേജറായിട്ടുള്ള അല്ലെങ്കിൽ മജോറിറ്റി ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് നോൺ അഗ്രികൾച്ചറിസ്റ്റ് ആയിരിക്കും. നോൺ അഗ്രികൾച്ചറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് മജോറിറ്റി ഓഫ് മെമ്പേഴ്സ് അർബൻ ബാങ്കുകളിലെ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് കൺട്രോൾ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർന്നാണ്. ബോത്ത് RBI ആൻഡ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് കൺട്രോൾ ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കും ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യണം. RBI നിർദ്ദേശിച്ചിരിക്കുന്ന ആ സ്പെസിഫൈഡ് റേറ്റിൽ ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യണം അർബൻ ബാങ്ക്. അതുപോലെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് മാധവദാസ് കമ്മിറ്റി. 1978 അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട മാധവദാസ് കമ്മിറ്റിയും ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ലീഡർ എന്നറിയപ്പെടുന്നത് വിറ്റൽ കാവിൽക്കർ ആണെന്ന് കാര്യം ഓർത്തിരിക്കുക. ആരാണ്? വിറ്റൽ കാവിൽക്കറാണ് ആദ്യത്തെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ലീഡർ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഏതാ? 3ാമത്തെ ഡിവിഷനായ സാലറി ഏണേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന കാര്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഈ സാലറി ഏണേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കകത്ത് ഉൾക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ പബ്ലിക് സെക്ടറിലെ പ്രൈവറ്റ് സെക്ടറിലേക്ക് എംപ്ലോയീസ് കൂടി ഫോം ചെയ്ത ഒരു നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് സാലറി ഏണേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിനെക്കുറിച്ച് വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരുന്നത് മാത്രം. അതുപോലെ അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഗണത്തിൽപ്പെടുന്ന സാലറി ഇൻകം ഗ്രൂപ്പ്സിൻ്റെ ക്രെഡിറ്റ് നീഡ്സൊക്കെ മീറ്റ് ചെയ്യാനും അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാനും കൂടിയാണ് ഈ സാലറി ഏണേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന പേരിൽ ഇങ്ങനെയൊരു സൊസൈറ്റി ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീനെ കുറിച്ചും നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിനെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി വരുന്നവരെ താങ്ക് യു.